നഞ്ചാം കാട്ടിലൂടെ വരുന്നവരെ കള്ളൻ കുമാരൻ പിടിക്കുന്ന വരണേ. പക്ഷേ ഈ വാമനമ്പുരത്തെ ഒരു കളി നടക്കില്ല. ചൂണ്ടുവരെല്ലാം നിർത്തുവേ. ചാത്തുക്കുട്ടിയുടെ കുടി ഒഴിപ്പിക്കാൻ പോകുന്നവരാ ഈ നോ. നമ്മോടാ കളി. ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവനെയും ജീവിക്കാൻ നോ സമ്മതിക്കില്ല. കുമാരാ, എന്നോട് വേണ്ട കേട്ടോ ഇന്റെ കളി. കുമാരാ, കുമാരാ എന്താ ചെയ്യുന്നേ? ചാത്തുക്കുട്ടിയെന്നല്ല, ഇനി ഈ നാട്ടിൽ ഒരാളെ നീ കുടി ഒഴിപ്പിക്കില്ല. ഇല്ല ഇല്ല. അവൻ ഇതുവരെ ജോലി ചെയ്ത കൂലി ഇന്ന് തന്നെ അവന് കൊടുത്തോളണം. കൊടുത്തോളാം കൊടുത്തോളാം. അച്ഛാ, ആ കല്ല് മാത്രം അപ്പുറത്തെ പറമ്പിൽ വെച്ചിരിക്കുന്നു. അത് വെറും കല്ലല്ല മോനെ, അതൊരു പ്രതിഷ്ഠയാണ്. അതിനെപ്പറ്റി വലിയ കഥയുണ്ട്. എന്നാ കഥ പറയാ മോന് കേൾക്കണ കഥ? പണ്ട് ഈ ഗ്രാമത്തില് ഒരു വലിയൊരു കള്ളൻ ഉണ്ടായിരുന്നു. പണക്കാർക്ക് മാത്രമാണ് കള്ളൻ, പാവപ്പെട്ടവർക്ക് എപ്പോ ഒരു രക്ഷകനാണ്. ഈ കായംകുളം കൊച്ചിനെല്ലാം പോലെ. കള്ളന്റെ പേര് കള്ളൻ കുമാരൻ. അങ്ങനെ ഒരിക്കലും കള്ളൻ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തെത്തിയ സമയത്ത് ഇവിടുത്തെ ദൈവത്തിന്റെ വരുത്തുപോക്കിൽ പെട്ടുപോയി. ആ സമയത്ത് ദൈവം ശപിച്ചിട്ട് ഒരു കല്ലാക്കി മാറ്റിക്കളഞ്ഞു. കള്ളന്റെ വിഷമം കണ്ട സമയത്ത് ദൈവം തന്നെ ഒരു പ്രതിവിധിയും പറഞ്ഞു. ഏതെങ്കിലും ഒരു കുട്ടി വന്നിട്ട് ഒരു കുടം വെള്ളം തലയിലൂടെ ഒഴിച്ച് പ്രതിഷ്ഠയിൽ തലോടിയാലേ ശാപമോഷം കിട്ടും ഈ കള്ളന്. അതിനുശേഷം ഇവിടുത്തെ ആൾക്കാര് ഒരു പ്രതിഷ്ഠയായിട്ട് ഈ കള്ളനെ പൂജിക്കാന്ന്. ഇങ്ങനെയുണ്ട് കഥ. സൂപ്പർ. ഒരു 10 രൂപ. എന്തിനാ മോനെ? ആവശ്യമാണ്. ആവശ്യമുണ്ടാ? പിന്നെ ഇതാ. ഒരു 10 രൂപയുടെ വെള്ളം. മോനെന്താ ചെയ്യുന്നേ? പാവങ്ങളെ എന്ത് രക്ഷിക്കാൻ? അയ്യോ, എന്തോ പുക വരുന്നതിന് ഓടിക്കോ. കാര്യം നോക്കുന്നേ പഠിക്കണ്ട പഠിക്കണ്ട. ഞാൻ നിങ്ങളെ സുഹൃത്താന്ന്. എപ്പം മുതല്? ഇപ്പം മുതൽ എന്നെ മോചിതനാക്കിയത് നിങ്ങളെ മോനും നിങ്ങളും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാ പ്രശ്നവും ഞാൻ തീർത്തു തരും. എന്ത് പ്രശ്നം? എന്തും. എന്നാ എനിക്ക് കൊറേ പ്രശ്നങ്ങളുണ്ട്. ഈ കോലത്തിന് എന്താ കുഴപ്പം? നാട്ടുകാരുണ്ടെന്ന് വിചാരിക്കൂ. എന്നെ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഓ, മറ്റേ ഭൂതത്തിന്റെ പടത്തിലുള്ള പോലെ. ഞാൻ ഭൂതമൊന്നല്ല. അല്ല, നിങ്ങള് ഭൂതം എന്നല്ല പറഞ്ഞ, പടത്തിന്റെ കാര്യം പറഞ്ഞതാ. ഈ കോല എന്തായാലും മാറണം, കാണാനൊരു രസമില്ലാട്ടാ. കോലല്ല ഞമ്മക്ക് മാറ്റാം. മുതലാളി പ്രശ്നം പറ. പ്രശ്നം എന്റെ ഭാര്യ എന്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊന്നും എനക്കൊരു പ്രശ്നമല്ല. പ്രശ്നമല്ല അല്ലേ? എന്നാ ഞാൻ എല്ലാം പറയാം. വാ. ഒരു 12 മണി 12:30 ആകുമ്പോ ഓണോർക്കത്തിന് എഴുന്നേക്കും. എന്നിട്ട് എന്റെ ഉറക്കത്തിന്റെ ആഴക്കും. എന്നിട്ട് അവള് കിടക്കാൻ എണീറ്റങ്ങ് പോവും. അത് തോന്നുന്നുണ്ടോ? എന്നിട്ട് അത് ആടെ പോയി എന്നിട്ട് ആരോടോ വർത്താനം പറയൂ. ആടെ ആരുമില്ലല്ലോ, അതാരത്? ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊന്നും ഒരു പ്രശ്നമല്ല. പ്രശ്നമല്ലേ? ഭർത്താക്കന്മാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എല്ലാ ഭാര്യമാരും ചെയ്യുന്ന ഒരു പരിപാടി ഇത്. ഇത് ഞാനിപ്പം തീർത്തു തരാം. ഇതാരോടെ വർത്താനം പറയുന്നു? അതാടൊരു കള്ള. അപ്പൊ ഇതെല്ലാം അടവേനല്ല. അതെല്ലാം അടക്കട്ടെ. അതാരാ? ശിവനെ, ഇത് യാത് ജില്ല? കള്ളം കുമാരൻ പിടിക്കുന്നവർ.
അവൻ ജോലി ചെയ്ത എല്ലാ പൈസയും ഇപ്പൊ തന്നെ കൊണ്ടു കൊടുക്കണോ? ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവനെയും ജീവിക്കാൻ കള്ളന്റെ പേര് കള്ളൻകുമാരൻ. കള്ളം കൂടാവൻ. എങ്ങനെയുണ്ട് കഥ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. കാര്യം അതിലാണ് ചിരിക്കുന്ന